ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു നെക്ലസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹാങ്ങിങ് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് യു പിൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ബീഡ്സിലേക്ക് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സൈഡ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ബീഡ്സിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളതാണ്. ഞാൻ ക്ലേ ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മാർക്കർ പെന്നാണ്. മാർക്കർ പെന്നിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ ബീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ ചെറിയ ബീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കറിൻ്റെ ഉള്ളിലേക്ക് ഈ ക്ലേ കയറിപ്പോവും. അപ്പോൾ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫുള്ളായിട്ട് പ്രസ് ചെയ്യേണ്ട, ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം എക്സസ് ഉള്ള ക്ലേ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിതിനെ ഒന്ന് ടോട്ടലായിട്ട് ഒരു 24 ബീഡ്സ് ആണ് വേണ്ടത്. അപ്പം ഞാനത് കുറച്ച് ബീഡ്സ് ഫസ്റ്റ് നമുക്ക് റെഡിയാക്കിയിട്ട് ബാക്കി ബീഡ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് ഡ്രൈ ആകും, പിന്നെ നമുക്കത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാകും. അപ്പോൾ കുറച്ച് നമുക്ക് ഫസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുക. സൈഡിലുള്ള എക്സസ് ക്ലേ ഒക്കെ മാറ്റിയിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ എടുക്കണം. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററായിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്ന പോലെ സെൻറ്റർ നോക്കിയിട്ട് ഒരു കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നൈഫിൻ്റെ തന്നെ തുമ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെറിയ ചെറിയ ഒരു കട്ട് ഷേപ്പിൽ ഇങ്ങനെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഹാങ്ങിങ് ബീഡ്സും കൂടി അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ബീഡ്സും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഒരു 3 ദിവസം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫയർ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കളർ നമുക്ക് എല്ലാ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഫസ്റ്റ് നമ്മൾ ബീഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഹാങ്ങിങ് ബീഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി യൂസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് സിൽവർ മെറ്റാലിക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പതുക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കളർ ചെയ്യുന്നത് പോലെ നല്ലതായിട്ട് അപ്ലൈ ചെയ്യേണ്ട, പതുക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരു ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടി ചേർന്ന ആ ഒരു ഫിനിഷിങ്ങിലാണ് ഈ ജ്വല്ലറി വരുന്നത്. ഇതിനൊരു ഷൈൻ ഉണ്ട്, നല്ലൊരു ഇതിപ്പം നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ അത്രയ്ക്ക് ഷൈൻ തോന്നാത്തതാണ്. ഒരു സൈഡ് കുറച്ചൊരു വൈറ്റ് ഒരു ഷൈനിലുള്ള ഒരു വൈറ്റ് കളറായിട്ടായിരിക്കുന്നത്, പിന്നെ ഒരു സൈഡിൽ ഗോൾഡൻ കളറും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡെക്കറിൻ്റെ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എടുക്കുക. ഇനി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിലും ബീഡ്സിലും ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ബാക്ക് സൈഡിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വാർണിഷിങ് വളരെ അത്യാവശ്യമാണ് നമുക്ക് ടെറക്കോട്ട ജ്വല്ലറിയിൽ. നമ്മുടെ ജ്വല്ലറി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാനും നല്ലൊരു ഷൈനിങ് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ് എന്തായാലും ചെയ്തിരിക്കണം. ഇതുപോലെ ഞാൻ ഫുൾ സെറ്റിനും ഇതുപോലെ വാർണിഷ് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ കമ്പിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ജം റിംഗ് എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ലോക്ക് ബീഡ്സും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ജം റിംഗ് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കമ്പി യൂസ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ചെറിയ ബീഡ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ലോക്ക് ബീഡ്സ്. ഇനി ആ ലോക്ക് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി കമ്പി തിരിച്ചെടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമുക്ക് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ബീഡ്സായിട്ട് നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ ഫുൾ ബീഡ്സും ഇതുപോലെ കോർത്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഫസ്റ്റ് ജം റിങ് ത്രെഡിൽ കൂടി എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഇനി ലോക്ക് ബീഡ്സ് കോർക്കാം. എന്നിട്ട് ആ കമ്പി ഇതുപോലെ നമ്മുടെ ജംപ് റിങ്ങിൻ്റെ മുകളിൽ കൂടി കൊണ്ടുവരിക. എന്നിട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് ലോക്ക് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും എടുക്കാം. ഇതുപോലെ ലോക്ക് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി വലിച്ചിട്ട് നന്നായിട്ട് ആ ബീഡ്സിൻ്റെ അറ്റത്തേക്ക് കൊണ്ടുവന്ന് നന്നായിട്ട് വലിച്ചിട്ട് മുറുക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എക്സസ് ഉള്ള കമ്പി കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി വരുന്ന കമ്പിയുടെ അറ്റം നമുക്ക് ആ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അത് സ്കിന്നിൽ ടച്ച് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്വല്ലറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.